മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി വലിയ ചർച്ചയാകുമ്പോഴും സംസ്ഥാനത്തെ മൊത്തം സ്ഥിതി എടുത്താൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷം 48,732 +1 സീറ്റുകളാണ് കുട്ടികളില്ലാതിരുന്നത് മൂലം ഒഴിഞ്ഞുകിടന്നത്. തൊട്ടു മുൻപുള്ള അധ്യയന വർഷവും ഇതുതന്നെയായിരുന്നു സ്ഥിതി. 25 കുട്ടികൾ പോലും അഡ്മിഷൻ എടുക്കാത്ത 129 ഹയർ സെക്കൻഡറി ബാച്ചുകൾ സംസ്ഥാനത്തുണ്ടെന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. SSLC കഴിഞ്ഞ് ഉപരിപഠനത്തിനായി യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 4,11,000 സീറ്റുകളാണുള്ളത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ വിഭാഗങ്ങളിലായി ഇത്രയും സീറ്റുകളുണ്ടെങ്കിലും പ്രവേശന നടപടികൾ പൂർത്തിയാകുമ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഇതിൽ കുറവ് കുട്ടികൾ മാത്രം. കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. 2023-24 അധ്യയന വർഷം +1 അഡ്മിഷൻ എടുത്തത് 3,80,492 വിദ്യാർത്ഥികളാണ്. സംസ്ഥാനത്താകെ 48,732 സീറ്റുകൾ കുട്ടികളില്ലാതെ ഒഴിഞ്ഞുകിടന്നു. സീറ്റ് എണ്ണത്തിനനുസരിച്ച് കുട്ടികളില്ലെന്ന് സാരം. ശാസ്ത്രീയമായ ഒരു പഠനം നടത്താതെ ബാച്ചുകളും സീറ്റുകളും അനുവദിച്ചാൽ കുട്ടികൾ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിവരാവകാശ രേഖയിൽ കാണുന്നത്. വിവരാവകാശ രേഖയ്ക്കകത്ത് കാണുന്ന റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥികൾ കൂടുതലുള്ള ജില്ലകളിൽ പോലും സയൻസ് വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ 25 കുട്ടികളില്ലാത്ത ബാച്ചുകളുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ 8 ജില്ലകളിൽ SSLC പാസ്സായ കുട്ടികളെക്കാൾ കൂടുതൽ ഹയർ സെക്കൻഡറി സീറ്റുകളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളാണ് കുട്ടികൾ കുറവും സീറ്റുകൾ കൂടുതലുമുള്ളത്. എന്നാൽ മലപ്പുറം അടക്കമുള്ള 7 ജില്ലകളിൽ സീറ്റുകൾ കുറവും കുട്ടികൾ കൂടുതലുമാണ്. എങ്കിലും 25 കുട്ടികൾ പോലും അഡ്മിഷൻ എടുക്കാത്ത 129 ഹയർ സെക്കൻഡറി ബാച്ചുകൾ സംസ്ഥാനത്തുണ്ട്. SSLC പാസ്സായ കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഹയർ സെക്കൻഡറിയിലുണ്ട്. അവിടേക്ക് വിദ്യാർത്ഥികളുടെ വരവ് കുറവാണ്. മറ്റു ജില്ലകളിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ ക്ലാസുകളിൽ തിങ്ങി നിറഞ്ഞ് വിദ്യാർത്ഥികൾ ഇരിക്കുന്നത് അധ്യാപകർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ബാച്ചിൽ 50 കുട്ടികളെ പാടുള്ളൂ എന്ന വ്യവസ്ഥ ലംഘിച്ച് ശാസ്ത്രീയ പഠനമില്ലാതെ സീറ്റെണ്ണം കൂട്ടുന്നതാണ് ബാച്ചുകൾ കുട്ടികളുടെ എണ്ണം കുറയാൻ കാരണം. എല്ലാ വർഷവും പുതിയ ബാച്ചിനുള്ള ആവശ്യം ഉയർന്നു വരുന്നതിനാൽ പ്രാദേശിക തലത്തിലുള്ള ശാസ്ത്രീയ പഠനവും അനിവാര്യമാണ്. റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ, ആലപ്പുഴ.